അവിടെ എം സ്വരാജും LDFും നേടിയ വലിയ മേധാവിത്വമുണ്ട്. ആ മേധാവിത്വത്തെ നെഗറ്റീവ് ക്യാമ്പയിൻ കൊണ്ട് മറികടക്കാനുള്ള ശ്രമത്തിൻ്റെ ഒരു മുനയാണിത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ച അഖില ഭാരതീയ ഹിന്ദു മഹാസഭ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ആദ്യം തന്നെ വന്നിട്ട് അതിൻ്റെ രാഷ്ട്രീയ ഉൾപ്പിരിവുകളിലേക്ക് നമുക്ക് പോകാം. പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ നടത്തുന്ന വികസന തേരോട്ടത്തിന് പിന്തുണ ആവശ്യമാണ് എന്ന് അവർ പറഞ്ഞു. അതിനോട് ചേർത്ത് പറഞ്ഞൊരു കാര്യം, മതേതര രാജ്യമായ ഇന്ത്യയിൽ മതേതര പാർട്ടികളാണ് ശക്തി പ്രാപിക്കേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾ CPM നയിക്കുന്ന LDFനെ പിന്തുണയ്ക്കുന്നു എന്നാണ്. ആ പൊളിറ്റിക്സിലേക്ക് അധികം ആളുകൾ പോയില്ല. ഹിന്ദു മഹാസഭ, അഖില ഭാരതീയ ഹിന്ദു മഹാസഭ എന്ന് പേര് പ്രതിനിധാനം ചെയ്യുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ സ്വാഭാവികമായ സന്ദേശമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലും അല്ലാത്ത മീഡിയയിലുമൊക്കെ ചർച്ചയായി നിൽക്കുന്നത്. സ്വാഭാവികമാണത്. അഖില ഭാരതീയ ഹിന്ദു മഹാസഭ നിലമ്പൂരിൽ വാർത്താസമ്മേളനം നടത്തി LDFന് എം സ്വരാജിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് CPM PB അംഗം A വിജയരാഘവനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. ഇത് വലിയ ക്യാമ്പയിനാക്കി മാറ്റാനുള്ള വളരെ കൃത്യമായ ബോധപൂർവമായ ശ്രമമാണ് UDFൻ്റെ ഭാഗത്തു നിന്ന്, UDF സൈബർ ഇടങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായി ഈ വാർത്ത പുറത്തുവിട്ടത് ജമാഅത്തെ ഇസ്ലാമി മാനേജ്മെൻറ്റായ മീഡിയ വണ്ണാണ് എന്നതിൽ തന്നെയുണ്ട് അതിൻ്റെ ഒരു ഇന്നർ പൊളിറ്റിക്സ്. അത് ആർക്കും വളരെ പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്യാമ്പയിൻ്റെ പരസ്യ പ്രചാരണത്തിൻ്റെ അവസാനം കൃത്യം ഒരാഴ്ച, ഇന്നേക്ക് ഒരാഴ്ച കൊണ്ട് അവസാനിക്കുകയാണ്. ഇന്ന് 10-ാം തീയതിയാണ്. 17-ാം തീയതി വൈകുന്നേരത്തോടുകൂടി പരസ്യ പ്രചാരണം സമാപിക്കും. 19-ാം തീയതി ഇലക്ഷനാണ്. 23-ാം തീയതി വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവുമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ എന്തൊക്കെ മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പുകളും കാഞ്ഞിരക്കുറ്റികളും വരാനിരിപ്പുണ്ട് എന്ന് കണ്ടു തന്നെ അറിയണം. കാരണം ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ രാഷ്ട്രീയ രൂപമായി പ്രഖ്യാപിച്ച വെൽഫെയർ പാർട്ടിയും പരസ്യമായി 2011 ശേഷം 2015 മുതൽ ഇതുവരെ തുടർന്നു വന്ന എല്ലാ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ബാന്ധവങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് പരസ്യമായി UDFൻ്റെ ഘടകകക്ഷിയെപ്പോലെ പെരുമാറാനും പിന്തുണ പ്രഖ്യാപിക്കാനും തുടങ്ങിയ ദിവസമാണ് ഇന്ന്. അതിൻ്റെ തൊട്ടുപുറകെ പ്രതിപക്ഷ നേതാവ് UDFൻ്റെ ചെയർമാൻ VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ വിശുദ്ധവൽക്കരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ഇതിൻ്റെ പുറകെയാണ് അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ രംഗപ്രവേശം. BJPക്ക് പോലും 10,000 വോട്ട് തികച്ചില്ലാത്ത നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ 7 പഞ്ചായത്തും 1 മുനിസിപ്പാലിറ്റിയുമുള്ള നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ BJPക്ക് പോലും, അതായത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ രൂപം രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണല്ലോ BJP, അവർക്ക് പോലും 10,000 വോട്ട് തികച്ചില്ലാത്ത അവിടെ 2-0 ഒഴിവാക്കി 10 വോട്ട് തികച്ച് ഹിന്ദു മഹാസഭയ്ക്കുണ്ടോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. ഏതാണ് ഹിന്ദു മഹാസഭ? എപ്പോൾ രൂപം കൊണ്ടതാണ്? ഇവർക്ക് എന്ത് രാഷ്ട്രീയ സന്ദേശങ്ങളാണ് രാജ്യത്തോട് പറയാനുള്ളത്? ഹിന്ദു മഹാസഭ എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് മഹാത്മജിയെ കൊന്ന ഹിന്ദു മഹാസഭയെക്കുറിച്ചാണ്. നാഥൂറാം വിനായക് ഗോഡ്സെ പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദു മഹാസഭയെക്കുറിച്ചാണ്. പക്ഷേ ഇന്നിപ്പോൾ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ എന്ന പേരിൽ സെക്കുലറിസമൊക്കെ പറഞ്ഞുകൊണ്ട് LDFനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു കൂട്ടർ രംഗത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അവർ പറയുന്ന സെക്കുലറിസം സന്ദേശം അല്ല ചർച്ച ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായും സംഘപരിവാർ ക്യാമ്പിൽപ്പെട്ട ഒരു രാഷ്ട്രീയ ഗ്രൂപ്പ് LDFനെ പിന്തുണയ്ക്കുന്നു, PB അംഗത്തെ കണ്ടിരിക്കുന്നു എന്നുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ പ്രതിലോമപരത, ആ രാഷ്ട്രീയത്തിൻ്റെ സംഹാരശേഷി, ആ രാഷ്ട്രീയത്തിൻ്റെ മാരകമായ പ്രഹരശേഷി, അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഓരോട്ടെങ്കിൽ 1 വോട്ട് LDFന് നിലമ്പൂരിൽ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അതാണ് ഇവരെ ഇറക്കിയവരുടെ ഉന്നം. അതാണ് പ്രധാനം. ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം പരസ്യമായി ചർച്ച ചെയ്യപ്പെടുന്ന അതേ ദിവസങ്ങളിൽ തന്നെ ഹിന്ദു മഹാസഭ എന്ന ഒരു ഗ്രൂപ്പിനെ
മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അവർ എൽ ഡി എഫിൻ്റെ കൂട്ടാളികളാണ് എന്ന മട്ടിൽ എൽ ഡി എഫിനെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയമായും പ്രത്യാഘാതം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ യു ഡി എഫിന് തറപറ്റിച്ചുകൊണ്ട് അവിടെ എം സ്വരാജും എൽ ഡി എഫും നേടിയ വലിയ മേധാവിത്വമുണ്ട്. ആ മേധാവിത്വത്തെ നെഗറ്റീവ് ക്യാമ്പയിൻ കൊണ്ട് മറികടക്കാനുള്ള ശ്രമത്തിൻ്റെ ഒരു മുനയാണിത്, ഒരു മുന മാത്രമാണിത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരാഴ്ചക്കുള്ളിൽ ഇതുപോലുള്ള പല സ്നേഹപ്പാരകളും പല മുനകളും വരാനിരിക്കുകയാണ്. അവയെ ഒന്ന് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക മാത്രമല്ല, അത് ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ ജാഗ്രതയോടെ കണ്ടിരിക്കുകയും കാത്തിരിക്കുകയും വേണം, കരുതിയിരിക്കുകയും വേണം. അതാണ് പ്രധാനം. അല്ലെങ്കിൽ നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്ന കഠിനാധ്വാനം, അതിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫലം, വലിയ മുന്നേറ്റം, നിലമ്പൂരിലെ ജനങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങൾ പൊതുവെയും എൽ ഡി എഫിലും സി പി എമ്മിലും വയ്ക്കുന്ന പ്രതീക്ഷ, ഇതിനൊക്കെ ചെറിയ രീതിയിലെങ്കിലും പ്രഹരമേൽക്കാൻ ഇത്തരം നീർക്കോലുകൾക്ക് കഴിയും. നീർക്കോല് കടിച്ചാലും അത്താഴം മുടങ്ങും എന്നുള്ളത് കേരളത്തിലെ പ്രബലമായ ഒരു ചൊല്ലാണ്. ഇത്തരം നീർക്കോലുകളെ കാണുമ്പോൾ ഒന്നുകിൽ മാറിപ്പോണം, അല്ലെങ്കിൽ മാറ്റിവിടണം. അതിനുള്ള രാഷ്ട്രീയ ആർജവും സി പി എമ്മിനും എൽ ഡി എഫിനും ഉണ്ട്. അത് തുറന്നു തന്നെ പ്രകടിപ്പിക്കണം. അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ വരും, മീഡിയ വൺകാർ ബ്രേക്കിംഗ് ന്യൂസ് ആക്കും, ചർച്ചയാക്കും. അത് 10 പേരെങ്കിലും വിശ്വസിച്ചാൽ, ആ 10 പേരിൽ ഒരാൾ മാറി ചിന്തിച്ചാൽ അതാണ് ഇവരുടെ കുന്നം എന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നന്ദി, നമസ്കാരം.